ഇവിടെ ശ്രീ അനിൽകുമാർ അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? ഈ വിഷയങ്ങളൊക്കെ അത് ഒരു പരിധിവരെ ശരിയുമല്ലേ? ഈ വിഷയങ്ങളാകെ പ്രചാരണ രംഗത്ത് മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് നിങ്ങളെല്ലാവരും താങ്കളടക്കം അവിടെ ജനങ്ങളോട് അവതരിപ്പിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ അത് ജനവിധിയിൽ പ്രതിഫലിക്കണ്ടേ? ജനവിധിയിൽ പ്രതിഫലിച്ചിട്ടില്ല. UDFനാണ് ആ വിജയമുണ്ടായത്. UDFൻ്റെ ആ രാഷ്ട്രീയ വിജയത്തെ അംഗീകരിക്കാനുള്ള വൈമനസ്യത്തിൽ നിന്നുയരുന്ന ഒരു വിമർശനം മാത്രമായി ഇത് പരിമിതപ്പെടേണ്ടതുണ്ടോ? ഇന്ന് എം സ്വരാജ് വളരെ ശക്തമായി ഉന്നയിച്ച ഒരു പ്രയോഗമുണ്ട്. അത് ഒരേ സമയം ഹിന്ദുത്വ താലിബാനും ഇസ്ലാമിക സംഘപരിവാരവും കൈകോർത്തു എന്ന ശക്തമായ വിമർശനമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോഴും ആഹ്ലാദിക്കാൻ ഇതിൽ പരം എന്തു വേണം? ഇങ്ങനെ ഇരു കൂട്ടരും ആ ഒരു നറേഷൻ വളരെ ശക്തമാണ്. ഹിന്ദുത്വ താലിബാൻ, ഇസ്ലാമിക സംഘപരിവാരം അവർ കൈകോർത്ത് നിന്ന് ആക്രമിക്കുന്നുവെങ്കിൽ, സകല നിറത്തിലുമുള്ള വർഗീയ ഭീകരവാദികൾ ഒരുമിച്ച് ആക്രമിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ ആഹ്ലാദവും അഭിമാനവും വേറെയില്ല. അങ്ങനെ അദ്ദേഹം ഇന്ന് പറയാൻ അതിൻ്റേതായ കാരണങ്ങൾ ഒരുപാടുണ്ട്. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ ഒക്കെ അദ്ദേഹം വലിയ തോതിൽ അദ്ദേഹത്തെ വേട്ടയാടും വിധത്തിലേക്കുള്ള ചില പ്രതികരണങ്ങളിൽ നിന്നാണ് ആ പോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നേരത്തെ ശ്രീ പൊടിപ്പാറ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ച ഈ വിഷയങ്ങൾ അത് ആ നിലയിൽ ജനങ്ങൾ സ്വീകരിക്കാതെ UDFന് ഒരു രാഷ്ട്രീയ നേട്ടം കൊടുക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇനി പ്രസക്തമാണോ ഈ പറയുന്നത് എന്നുള്ളതാണ് ആ വിമർശനമുള്ളത്, അല്ലെങ്കിൽ ആ നിരീക്ഷണമുള്ളത്. എന്തു പറയും താങ്കൾ? CPIM പതിവായി ചിഹ്നത്തിൽ മത്സരിക്കുന്നൊരു മണ്ഡലമല്ല നിലമ്പൂർ. നിലമ്പൂരിൻ്റെ ഇന്നത്തെ ഘടനയിൽ, അതിൻ്റെ ചരിത്രത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് സഖാവ് എം സ്വരാജ് എന്നാണ് ഇന്നലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഉത്തരം നൽകിയത്. എന്നാൽ കൈപ്പത്തി അടയാളത്തിൽ അവിടെ മത്സരിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് ആര്യൻ ഷൗക്കത്ത് എന്നല്ല. എന്താണ് ഇതിന് കാരണം? എന്താണ് ആര്യൻ ഷൗക്കത്ത് മുമ്പ് UDFന് അവിടെ കിട്ടിക്കൊണ്ടിരുന്ന അത്രയും വോട്ടുകൾ നേടാതിരുന്നത്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 99,000 വോട്ടിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് കിട്ടിയൊരു മണ്ഡലം, 95,000 വോട്ടിലേക്ക് കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയൊരു മണ്ഡലം. അത്തരമൊരു മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഘടകകക്ഷികൾ മാത്രമല്ല, അല്ലാതൊരു വിഭാഗം കൂടി വോട്ട് ചെയ്യുമ്പോഴാണ് ജയിക്കാനിട വന്നിട്ടുള്ളത് എന്ന് വിനീതമായി തിരിച്ചറിഞ്ഞിട്ടാണ് ആ നിയോജക മണ്ഡലത്തിൽ 2016-ലും 2021-ലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത്. എന്തുകൊണ്ട് സ്വതന്ത്രനെ തേടിപ്പോയി എന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം. ആ മണ്ഡലത്തിൻ്റെ വോട്ട് കണക്കാണ് ഉത്തരം. ഞങ്ങൾ ആ സ്വതന്ത്രൻ്റെ നിയമവിരുദ്ധമായ ആവശ്യങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങിയിരുന്നെങ്കിൽ കേരളം ഞങ്ങൾക്ക് നഷ്ടപ്പെടുമായിരുന്നു. ഇപ്പോൾ നിലമ്പൂർ മാത്രമേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. നിലമ്പൂർ നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് ഞങ്ങൾ തല കുനിക്കുകയല്ല. കാരണം അൻവർ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്രനായി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ 9 കൊല്ലക്കാലമായപ്പോൾ ഞങ്ങളുടെ മുന്നിൽ വെച്ച വിലപേശലിൻ്റെ ഭാഗമായ ചില ഡിമാൻഡുകളുണ്ട്. UDF സർക്കാരായിരുന്നെങ്കിൽ, ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ? അടച്ചിട്ട മുറിയിൽ 1.25 മണിക്കൂർ ചർച്ച നടത്തിയേനെ. അടച്ചിട്ട മുറിയിൽ 1.25 മണിക്കൂർ ചർച്ച നടത്തി ഡീല് ചെയ്ത് കാര്യം നടപ്പാക്കിയേനെ. ഒരു ഡീലിനും തയ്യാറാകാത്തൊരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അൻവർ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ ചെന്ന് കണ്ടു, കടലാസെല്ലാം എഴുതി കൊടുത്തു, അദ്ദേഹം അതെല്ലാം കേട്ടു, നോക്കാമെന്ന് പറഞ്ഞു, ഞാൻ പോന്നു. ഗൗതം മാഷെ കണ്ടു, കടലാസെല്ലാം എഴുതി കൊടുത്തു, നോക്കാമെന്ന് പറഞ്ഞു, ഞാൻ പോന്നു. അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ ഏതാണ് അവിടുത്തെ നാട്ടുകാരുടെ പ്രശ്നം? LDFന് പരിഹരിക്കാൻ കഴിയുന്ന നാട്ടുകാരുടെ പ്രശ്നം? ആനയെല്ലാം വെടിവെച്ച് കൊല്ലണോ? കടുവയെല്ലാം വെടിവെച്ച് കൊല്ലണോ? ഇന്ത്യ രാജ്യത്തെ സർക്കാരിൻ്റെ ഭാഗമായി കേന്ദ്രം ഉണ്ടാക്കിയ നിയമത്തിൻ്റെ, കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമത്തിൻ്റെ ഭാഗമായി വനം വകുപ്പെന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള IFS ഉദ്യോഗസ്ഥന്മാരുടെ വകുപ്പല്ലേ? അതിൽ IFS ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനെ വെടിവെക്കാൻ അവകാശമുണ്ടെങ്കിൽ അവർ ആ അവകാശം വിനിയോഗിക്കേണ്ടത് എങ്ങനെയെന്നുള്ള നിയമപരമായി ബന്ധിതമല്ലേ? ഇതെല്ലാം LDFൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് പ്രചരണത്തിലിറങ്ങുന്നത് എന്തിനു വേണ്ടിയാണ്? ഇന്ത്യ രാജ്യത്ത് സംഘപരിവാരത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, അതിൻ്റെ കേരളത്തിലെ LDF, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന പോലെ ഇടതു ഹിന്ദുത്വ എന്ന ആശയത്തിലേക്ക് ഉത്പാദിപ്പിക്കാൻ എന്തിനാണ് അൻവർ ശ്രമിച്ചത്? അതൊരു ഗൂഢാലോചനയായിരുന്നു. ആ ഗൂഢാലോചനയുടെ ലക്ഷ്യം അൻവറുടെ നിയമവിരുദ്ധ ഡിമാൻഡുകളായിരുന്നു. വിമാനത്താവളങ്ങളിൽ കള്ളക്കടത്ത് നടത്തുന്ന കാര്യന്മാരുടെ സങ്കടമാണ് അദ്ദേഹം ചാനലുകളിലൂടെ ജനങ്ങളോട് പറഞ്ഞത്. അതിന് തലകുനിക്കാൻ സൗകര്യപ്പെടുകയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ തൻ്റെ ഇടം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായി 9 കൊല്ലം ഞങ്ങളുടെ കൂടെ MLA ആയിരുന്ന ഒരാൾ ഞങ്ങളുടെ കൂടെ നിന്ന് പോയപ്പോൾ അതിൻ്റെ ഭാഗമായി 9 കൊല്ലത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുറേ ബന്ധങ്ങൾ അവിടെയുണ്ട്. ആ ബന്ധങ്ങൾ ഉപയോഗിച്ച് കുറേ വോട്ട് അയാളുടെ വോട്ട് അവിടെ സംരക്ഷിച്ചിട്ടുണ്ട്.
ഇടതുപക്ഷത്തിൻ്റെ തൊട്ട് ഇടതുപക്ഷത്തോടെ സംരക്ഷിച്ചിട്ടുണ്ട്. തൽക്കാലം ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് സ്വതന്ത്രൻ ഇല്ലാതായതോടുകൂടി UDF-ലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തിയോ? ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ UDF-ന് വോട്ട് കൂടും. UDF-ന് വോട്ട് കൂടിയില്ല. ഓക്കെ, അവിടെയാണ് പ്രധാനപ്പെട്ടൊരു ചോദ്യം ഉയർന്നു വരുന്നത്. എവിടെയാണ് ഇതിലെ വർഗീയ കളി? ശരി.